ഗൈസ്, അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ വിഴിഞ്ഞ ഷിപ്പ് എൻ്റെ പുറകെ പക്ഷേ അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കരയോട് തട്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്ര അടിപൊളിയായിട്ട് ഷിപ്പ് പോകുന്നത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ടോട്ടലി 2 ഷിപ്പാണ് ഇവിടെ വന്ന് ഇങ്ങനെ പോയിട്ടുള്ളത്. ആ 2 ഷിപ്പ് എനിക്ക് കാണാൻ പറ്റി. ഫസ്റ്റ് ഷിപ്പ് ഇവിടെ നിന്ന് ഗുഡ് ബൈ പറഞ്ഞ് പോയതും സെക്കൻഡ് ഷിപ്പ് ഇതിനകത്തോട്ട് കയറുന്നതാണ്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് വിഴിഞ്ഞ പോർട്ടിൻ്റെ അടുത്താണ്. ഈ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വന്ന സമയം എനിക്കെന്തോ ഭാഗ്യമുണ്ടായിരുന്നു. ഞാൻ കണ്ടതിൽ വെച്ചൊരു വലിയ ഷിപ്പാണ് ഇപ്പോൾ പോകുന്നത്, MSCയുടെ വലിയൊരു ഷിപ്പ്. ട്രിവാൻഡ്രത്ത് ഷിപ്പ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇതുവരെ എനിക്കിവിടെ വന്നിട്ട് ഷിപ്പ് ഇങ്ങനെ വന്ന് പോകുന്നത് കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇവിടെ വന്നപ്പോൾ 2 ഷിപ്പ് കാണുന്നുണ്ട്. ഒന്ന് അങ്ങ് ലോങ് ആയിട്ടും ഒന്ന് അടുത്തായിട്ടും. ഒന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് അങ്ങോട്ട് പോവുകയാണെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇത് പോയിട്ട് മറ്റേ ഷിപ്പിന് അകത്തേക്ക് കയറാനും ഉണ്ട്. അപ്പോൾ അതിനെ കൊണ്ട് ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. പിന്നെ അങ്ങ് സൈഡിലായിട്ട് വേറെ ഷിപ്പുകൾ കാണാം. അത് യാത്ര ചെയ്ത് വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നതാണോ അതോ ഇങ്ങോട്ടത്തേക്ക് തന്നെ വന്ന ഷിപ്പുകളാണോ എന്നറിയില്ല. എന്തായാലും ഇപ്പോൾ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങേ അറ്റത്തട്ട് ലാസ്റ്റ് ചെറുതായിട്ട് 2 ഷിപ്പും കാണാം. ഇവിടെ ഫ്രണ്ടിലായിട്ട് ലോഡ് കയറ്റി നിൽക്കുന്ന ഷിപ്പും അത് കണക്ക് വെയിറ്റിങ്ങിൽ നിൽക്കുന്ന ഒരു ഷിപ്പും ഉണ്ട്. ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം എത്ര ഷിപ്പുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത്. 2 ഷിപ്പുകൾ നമ്മുടെ ഫ്രെയിമിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഒന്ന് വലത്തെ സൈഡിലോട്ട് പോകുന്നു. നമ്മളിങ്ങനെ നോക്കുമ്പോൾ വളരെ പതുക്കെയാണ് പോകുന്നത്. പിന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഷിപ്പ് അങ്ങനെ കിടക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി അത് മൂവിങ്ങിലാണോ എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ് കേട്ടോ. ഇങ്ങനെ നോക്കിയാൽ തോന്നുന്നു ഈ ഷിപ്പ് അവിടെ ഇങ്ങനെ വെയിറ്റിങ്ങിലാണെന്നുള്ളതാണ്. പിന്നെ ഇപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ 2 ഷിപ്പുകൾ ഇങ്ങനെ ചെറുതായിട്ട് അറിയാൻ പറ്റും. ഇത് വെളിയിൽ വെയിറ്റിങ്ങിലാണോ അതോ വേറെ ഏതെങ്കിലും ലൈനിൽ നിന്ന് പോവുകയാണോ എന്നുള്ളത് അറിയാൻ വയ്യ. ചെറിയൊരു നിഴലായിട്ട് മാത്രമേ ഷിപ്പ് കാണാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഏരിയ വളരെ ഡേഞ്ചറായിട്ടുള്ളൊരു ഏരിയ ആണ്. ഇവിടെ ഫുള്ള് കല്ലാണ്. പക്ഷേ ഇപ്പോൾ മണൽ കയറി കിടക്കുന്നതിനെ കൊണ്ട് അറിയത്തില്ല. ചിലപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ താന്നു പോകാനുള്ള ചാൻസും ഉണ്ട്. ആരെ കൊണ്ട് അതിൻ്റെ ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് മണലൊന്ന് ഇറങ്ങി കിടക്കുന്നതിനെ കൊണ്ട് പലർക്കും ഇതിലോട്ട് ഇറങ്ങാനൊക്കെ തോന്നും. വളരെ ഡേഞ്ചറായിട്ടുള്ളൊരു ഭാഗമാണ്. ആഴിമല എന്ന് പറയുന്ന ഒരു സൈഡാണിത്. കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും വിഴിഞ്ഞത്ത് ഷിപ്പ് പോകുന്ന ടൈമിൽ ഒന്ന് വന്നിരുന്നെങ്കിൽ ഇതൊക്കെ ഒന്ന് കാണാമായിരുന്നെന്ന്. ഞാൻ ആഗ്രഹിക്കുന്നത് ഈ കാണുന്ന ഭാഗത്തൂടെ ഈ ഷിപ്പിന് പോകാൻ വേണ്ടിയാണ് ലൈൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവഴി ഷിപ്പ് പോകുന്നത് കാണാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന ഷിപ്പ് ഓൾറെഡി ഇവിടെ നിന്ന് വിട്ടു പോകണം കേട്ടോ. അത് ഒരുപാട് അങ്ങ് ദൂരെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ളത് ഈ കിടക്കുന്ന സാധനമാണ്. ഇത് ഇനി എപ്പോഴാണ് അകത്തോട്ട് എടുക്കാമെന്ന് അറിയാൻ പറ്റത്തില്ല. ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്ന കപ്പൽ അതിൻ്റെ പരിധി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് അകത്തോട്ട് എടുക്കുകയുള്ളായിരിക്കും. എന്തായാലും ഈ ഒരു ഷിപ്പ് അകത്തോട്ട് വരുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുവഴി വരുന്നത് കാണാം. പക്ഷേ ഇത് രാത്രിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റില്ല. കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് വന്നേക്കാം കേട്ടോ. നമ്മൾ ഫസ്റ്റ് കണ്ട ഷിപ്പ് അങ്ങനെ മൂവ് ചെയ്ത് ഏകദേശം ഒരു നല്ല ദൂരം പിന്നിട്ട് ഇങ്ങനെ ചെറുതായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്പോട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഷിപ്പ് വരുന്നതും പോകുന്നതും വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഷിപ്പ് ഇതുവഴിയാണ് പോകുന്നത്. നമ്മൾ കറക്റ്റായിട്ട് നേരത്തെ ഇവിടെ വന്നു നിന്നെങ്കിൽ ഈ ഷിപ്പ് ഇങ്ങനെ പോകുന്നത് കാണാമായിരുന്നു. അതിന് പറ്റിയില്ല. ഇനി ആകെയുള്ള പ്രതീക്ഷ ആ കാണുന്ന ഷിപ്പ് ഇങ്ങോട്ടത്തേക്ക് വരുന്നതാണ്. അത് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ടറിയാം. ഇപ്പോൾ ഏകദേശം നമ്മൾ കണ്ട ഷിപ്പ് ഈ തീരത്തുനിന്ന് വിട പറഞ്ഞ് ഇത്രയും ദൂരം പോയിട്ടുണ്ട്. നോക്കിയേ എന്തുമാത്രം സംഭവം ഇവിടെ നിന്ന് വിട്ടുപോയി എന്നുള്ളത്. നമ്മളിതിനെ പറയുന്ന ഡോൾഫിൻ എന്നാണ്. ഈ 2 എണ്ണം, അതായത് ഇതാണ് ഷിപ്പിനെ അങ്ങോട്ടും ഇങ്ങോട്ടത്തേക്ക് നിയന്ത്രിക്കുന്നത്. ഇത് ലെഫ്റ്റും റൈറ്റും നിന്നുകൊണ്ടാണ് ഈ സംഭവങ്ങൾ ഷിപ്പിനെ കൊണ്ടുവരുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇതുവരെ ഞാനങ്ങനെ കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല. വീഡിയോയിലൊക്കെ പല സംഭവങ്ങളും കണ്ടിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഓരോന്നായിട്ട് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഒന്ന് ഇവിടെ ഈ സൈഡിൽ വന്ന് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അവിടെ നിന്ന് ഷിപ്പ് ഇങ്ങോട്ട് പുറപ്പെട്ട് വരുന്നു എന്നൊരു സംശയം എനിക്കില്ലാതില്ല. കാരണം ഷിപ്പ് അവിടെ എൻജിൻ സ്റ്റാർട്ട് ആയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അവിടെ നിന്നൊരു ചെറിയ പുകയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഷിപ്പ് ഇങ്ങോട്ട് മൂവിങ് ആവുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അവിടെ പാർക്ക് ചെയ്യുന്ന ഷിപ്പ് മുമ്പിലോട്ട് വരുന്ന സംഭവമാണ്. അത് കുറച്ചുകൂടെ അടുത്തായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് മൂവിങ് ആണോ ഇല്ല എന്നുള്ളതാണ് കൺഫ്യൂഷൻ ആവുന്നത്. എന്തായാലും സംഭവം എങ്ങോട്ടത്തേക്ക് വരാനുള്ള പരിപാടിയിലായിരിക്കാം. ഈ കടലിൻ്റെ സൈഡിലായിട്ട് പച്ചയും ചുവപ്പും ബോർഡറുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആ ഷിപ്പിന് കയറി വരേണ്ട സംഭവങ്ങളായിരിക്കാം. ഇത് എങ്ങനെയാണ് ഇവിടെ കയറി വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കണ്ടേ അറിയത്തുള്ളൂ. ഒരുപാട് ടൈം എടുക്കുന്ന പരിപാടിയാണ്. ലൈറ്റൊക്കെ പോകുന്നതിന് മുമ്പ് വന്നു കഴിഞ്ഞാൽ കാണാമായിരുന്നു.
ഇവിടെ നിന്ന് വന്നുകൊണ്ടിരുന്ന ഡോൾഫിൻ എന്ന് പറയുന്ന സംഭവം ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് സ്റ്റോപ്പ് ആയിരിക്കുകയാണ് കേട്ടോ. ഷിപ്പ് ഇത് ആ ഒരു ലെവലിൽ നിൽക്കുകയാണ്. കുറേശ്ശെ മൂവിങ് ആവുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ യാർഡിൽ നോക്കുവാണെങ്കിൽ ഷിപ്പ് യാർഡിൽ വേറെ ഷിപ്പുകളൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. അല്ല, വേറെ ഷിപ്പുകൂടെ കിടപ്പുണ്ടല്ലോ. ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നില്ല അവിടെ വേറെ ഷിപ്പുകളെ കിടപ്പുണ്ടോ എന്നുള്ളത്. ഇതാ ഏകദേശം നമ്മൾ കണ്ട ഡോൾഫിൻ 2 എണ്ണവും ഈ ഷിപ്പിൻ്റെ അടുത്ത് എത്താൻ പോവുകയാണ്. നമ്മൾ കാണുന്ന കണക്കല്ല, ഇവിടെ നിന്ന് കുറച്ചുകൂടെ വീണ്ടും മൂവിങ് ആയി. സമയം എടുക്കും കേട്ടോ. ഒരുപാട് ടൈം എടുക്കുന്ന പരിപാടിയാണ്. നമ്മൾ വിചാരിക്കുന്ന കണക്ക് ഇത് കണ്ട് തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സംഭവം ഇതാ ഷിപ്പ് ഇങ്ങോട്ടത്തേക്ക് വരാണ് കേട്ടോ. ഷിപ്പ് ഇതാ മൂവ് ചെയ്ത് തിരിയാണ്. അപ്പോൾ ഈ സംഭവം വന്നോടുകൂടി ഷിപ്പ് ഇങ്ങോട്ട് എടുക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പരിപാടിയൊക്കെ കാണുന്നത്. എല്ലാം സെറ്റായി നിൽക്കുകയാണ്. ഷിപ്പ് ഇപ്പോൾ എൻ്റെ നേരെ നിൽക്കുകയാണ് കേട്ടോ. സ്ട്രൈറ്റായി ചരിഞ്ഞ് കിടന്ന ഷിപ്പ് ഇപ്പോൾ സ്ട്രൈറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ബസ് ഇങ്ങനെ തിരിച്ചിട്ടിരിക്കുന്ന കണക്കാണ്. ഇനി ഷിപ്പിന് പുറപ്പെടാം, ഇനി ഷിപ്പിന് വരാം. പെട്ടെന്നായിക്കോട്ടെ. ഇങ്ങനത്തെ ഒരു വണ്ടർഫുൾ സംഭവത്തിന് വേണ്ടിയിട്ട് കുറേ നാളുകൊണ്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇതുവരെ എനിക്ക് കാണാൻ പറ്റിയില്ല. എനിക്കത് കണ്ടോളാൻ വയ്യ. പെട്ടെന്ന് വരൂ. മഴയും കാണാൻ പെയ്ത് ആകെ കൊണ്ട് കുഴയും. അതിന് മുമ്പേ ഷിപ്പ് ഇതുവഴി പാസ് ചെയ്യുന്നത് എനിക്കൊന്ന് കാണണം. ഈ കാണുന്ന ഷിപ്പിൻ്റെ പേര് MSC എന്നാണ്. അപ്പോൾ ഷിപ്പ് ഒരുപാട് മുന്നിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ കിടത്തിയെന്നൊക്കെ ഒരുപാട് കയറി വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇട സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മൊത്തം ഫിഷിങ്ങിന് പോകുന്ന ആൾക്കാരെ കാണാം. അവർ വള്ളവുമായിട്ട് അവിടെ വെയിറ്റിങ്ങിലാണ്. കാരണം ഈ ഷിപ്പ് ഇവിടെ നിന്ന് അനങ്ങി തിരിയാതെ ഇവർക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. അവർ കുറേ നേരം കൊണ്ട് അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഇനി ഷിപ്പ് ഇതുവഴി കടന്നു പോകാതെ ഇവർക്ക് ഒരിക്കലും ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. ഈ ഷിപ്പ് ഇപ്പോൾ നമ്മളെ ഷിപ്പ് യാർഡിലോട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഒരുപാട് തിരിഞ്ഞ് ഇടത് സൈഡിലോട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുക. ഷിപ്പിൻ്റെ ഇടത് സൈഡിലോട്ട് തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കിയാൽ കരയുമായിട്ട് ഇനി വലിയ ദൂരമൊന്നുമില്ല. ഇനി ഒരുപാട് മുമ്പോട്ട് വരാൻ പറ്റത്തില്ല. അതിന് മുമ്പ് തന്നെ ടേൺ ചെയ്ത് തിരിയും. അതേ ഷിപ്പ് നല്ലതുപോലെ തിരിഞ്ഞിട്ടുണ്ട്. തിരിഞ്ഞ് ഈ സൈഡ് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ.
അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഷിപ്പ് കുറേ മുമ്പിലോട്ട് കയറി അവരെ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ലൈനിലെത്തിയിട്ടുണ്ട്. ആ ഒരു ലൈനിൽ നിന്ന് ഷിപ്പ് അവിടെ നിന്ന് തിരിഞ്ഞ് സ്ട്രൈറ്റായി. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഷിപ്പ് യാർഡിൻ്റെ ലെവലായിരിക്കുകയാണ്. ഇനിയാണ് കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഷിപ്പ് നമ്മളെ മുന്നിൽ കൂടെ പോകുന്നത്. ഈ ഷിപ്പ് പോയി കഴിയാതെ ഇതിൻ്റെ ലെവൽ വിട്ട് മാറാതെ മത്സ്യത്തൊഴിലാളികൾക്ക് ഇതിൻ്റെ അപ്പുറം കടക്കാൻ പറ്റില്ല. ഇവർ കുറേ പേരിങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. കുറേ പേരൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോയി. എന്നാൽ ഇവരെ സിഗ്നൽ കിട്ടാതെ ഇവർക്ക് കയറി പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഷിപ്പിൻ്റെ പുറകിൽ പോയി കഴിഞ്ഞാൽ 2 ഡോൾഫിനുണ്ട്. ഇതൊരു വലിയ ഷിപ്പാണ്, പട്ടുംകൂറ്റൻ ഷിപ്പ്. നേരത്തെ കണ്ടതിനേക്കാൾ വലിയ ഷിപ്പാണ്. നമ്മൾ നേരത്തെ കണ്ട ഷിപ്പ് എവിടെ എത്തിയെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. പൊടി പോലും ഇല്ലാത്ത അവസ്ഥയാണ്, അത്രയും ലോങ് എത്തിക്കഴിഞ്ഞത്. അങ്ങനെ എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നം പോവാണ് ചേട്ടാ. ഇത്രയും അടുത്ത് വിഴിഞ്ഞത്തോടെ ഷിപ്പ് പോകണം എന്നുള്ളതായിരുന്നു എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ പറഞ്ഞത്. അന്ന് എനിക്ക് കാണാനേ പറ്റിയില്ല. ഇന്ന് എന്തായാലും അതിനുള്ളൊരു അവസരം കിട്ടി. സത്യം പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു എനിക്കിത് ഇങ്ങനെ കാണണമെന്നുള്ള. അത് നമ്മളെ മണ്ണി കൂടെ ചേർന്നുകൊണ്ട് ഷിപ്പ് ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ സന്തോഷമുണ്ട്. ഇതെൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. കഴിഞ്ഞൊരു ഷിപ്പിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ആ സമയത്ത് കാണാമെന്നും പറഞ്ഞ് വന്നിട്ട് എനിക്ക് കാണാനേ പറ്റിയില്ല. 2 ടൈമിൽ ഷിപ്പ് പറഞ്ഞിരുന്നു, 2 ടൈമിൽ ഷിപ്പ് പോയില്ല. പക്ഷേ ഇന്ന് ഒരു ഷിപ്പ് ഇവിടുന്ന് യാത്ര പറഞ്ഞു പോകുന്നതും ഒരു ഷിപ്പ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതുമായ കാഴ്ചയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. എന്തായാലും ഒരു രക്ഷയില്ലാത്ത കാഴ്ച.
ഗൈസ് അങ്ങനെ ഷിപ്പ് യാർഡിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഉടനെ തന്നെ ആശാൻ അവിടെ ലോക്ക് ചെയ്യും. എന്തായാലും നമ്മളെ വീഡിയോയുടെ ലാസ്റ്റ് സംഭവമാണ്. ഷിപ്പ് എത്ര മണിക്കൂർ എടുത്തെന്നറിയാം എത്താനായിട്ട്, എന്നിട്ട് എത്തിയിട്ടില്ല. ഇനി അതിൻ്റെ കൂട്ടി കയറണമെന്നുണ്ടെങ്കിൽ ടൈം ഒരുപാട് എടുക്കും. ആ കുറച്ചുകൂടെ വ്യക്തമായിട്ട് ക്ലിയർ കിട്ടാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. ഇവിടെ നല്ല ലൈറ്റൊക്കെ ഉള്ള സ്ഥലം, ഇവിടെ നിന്ന് നല്ല കൂടുതൽ സംഭവങ്ങൾ കിട്ടും. താഴെ കണ്ടോ രണ്ടുപേരും ചൂണ്ടയിട്ട് മീൻ പിടിക്കുകയാണ്. നല്ല ആഴമുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ. നല്ല റിസ്ക് എടുത്തിട്ട് വന്നിട്ട് അവിടെ മീൻ പിടിക്കുകയാണ്. അങ്ങനെ ഷിപ്പ് യാർഡിൻ്റെ ഏകദേശം ഒരു അടുത്തെത്താറായിട്ടുണ്ട്. ഇനി കൂടിപ്പോയ ഒരു അരമണിക്കൂർ കൂടെ കൊണ്ട് ഷിപ്പ് ആ ഒരു സൈഡിലെത്തും. അവിടെ വേറൊരു ഷിപ്പ് കിടപ്പുണ്ട്. അപ്പോൾ 2 ഷിപ്പായി. ഇതിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഷിപ്പാണെന്ന് തോന്നുന്നത് കേട്ടോ. അത്രയ്ക്കും ഒരു ഭയങ്കര ഷിപ്പാണിത്. ഫസ്റ്റ് വന്നില്ല, അതിൽപ്പെട്ട ഒരു ഷിപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്.